നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 രേവതി നക്ഷത്രക്കാരുടെ വർഷഫലമാണ്. ഭാരതീയ ജ്യോതിഷത്തിലെ 27ാമത്തെയും അവസാനത്തെയും നക്ഷത്രമാണ് രേവതി. മീനരാശിയുടെ അവസാനത്തെ 13 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 30 ഡിഗ്രി വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ നക്ഷത്രം പ്രപഞ്ച ചക്രത്തിന്റെ പൂർത്തീകരണത്തെയും പുതിയൊരു തുടക്കത്തെയും പ്രതിനിധീകരിക്കുന്നു. ബുധൻ അധിപനായ ഈ നക്ഷത്രം വ്യാഴത്തിന്റെ ഭരണത്തിലുള്ള മീനരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2026 രേവതി നക്ഷത്രക്കാർ അഭിമുഖീകരിക്കാൻ പോകുന്ന ഫലങ്ങൾ അതീവ പ്രാധാന്യമുള്ളതും പരിവർത്തനപരമായ മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്നതാണ്. ശനി മീനരാശിയിലൂടെ സഞ്ചരിക്കുന്ന ജന്മശനിയുടെ കാലഘട്ടം വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും രാഹുകേതുക്കളുടെ പ്രത്യേക സ്ഥാനങ്ങളും ഒത്തുചേരുന്ന ഈ വർഷം ഈ വ്യക്തികളുടെ ഭൗതികവും ആത്മീയവുമായ തലങ്ങളിൽ വലിയ ചലനങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യും. 2026 ഗ്രഹനില പരിശോധിക്കുമ്പോൾ രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും സ്വാധീനം ചെലുത്തുന്നത് ശനി, വ്യാഴം, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളാണ്. ജ്യോതിഷപരമായ കാഴ്ചപ്പാടിൽ ഈ വർഷം ജീവിത പുനഃക്രമീകരണ വർഷമാണ്. 2026 വർഷം മുഴുവൻ ശനി ഭഗവാൻ മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുന്നത് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7.5 ശനിയുടെ മധ്യഘട്ടമായ ജന്മശനി കാലമാണ്. ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്ന ഈ രാശിയിലൂടെ തന്നെ ശനി സഞ്ചരിക്കുന്നത് മാനസിക സമ്മർദ്ദങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളും വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. ശനി രേവതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്ന മെയ് മാസം മുതൽ ഭക്തിയും അച്ചടക്കവും പരീക്ഷിക്കപ്പെടാവുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. രേവതി നക്ഷത്രക്കാർക്ക് ആശ്വാസകരമായ വാർത്ത നൽകുന്നത് രാശ്യാധിപനായ വ്യാഴത്തിന്റെ മാറ്റങ്ങളാണ്. വർഷാരംഭത്തിൽ 4ാം ഭാവമായ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം ജൂൺ 2 തന്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് രേവതിക്കാർക്ക് രാജയോഗ സമാനമായ ഫലങ്ങൾ നൽകുന്ന ഒരു സമയമാണ്. രാഹു 11ാം ഭാവത്തിലും കേതു 5ാം ഭാവത്തിൽ നിൽക്കുന്ന അവസ്ഥയാണ് വർഷാവസാനത്തോടെ ഉണ്ടാകുന്നത്. വർഷത്തിന്റെ ഭൂരിഭാഗവും രാഹു 12ാം ഭാവത്തിൽ തുടരുന്നതിനാൽ വിദേശ യാത്രകൾക്കും വലിയ ചെലവുകൾക്കും സാധ്യത പറയുന്നു. കേതു 6ാം ഭാവത്തിൽ നിൽക്കുന്നത് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിനും കടങ്ങൾ തീർക്കുന്നതിനും സഹായിക്കും. രേവതി നക്ഷത്രക്കാർക്ക് 2026 തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശനിയുടെ 10ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി തൊഴിൽ ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും അത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഗുണകരമാകും. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ മാർഗനിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ നൽകുന്ന റോളുകൾ ശോഭിക്കാൻ രേവതി നക്ഷത്രക്കാർക്ക് സാധിക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം അമിതമാകുന്നതായി അനുഭവപ്പെടാം. എന്നാൽ ജൂൺ മാസത്തിൽ വ്യാഴം ഉച്ചസ്ഥനാകുന്നതോടെ തൊഴിൽ രംഗത്ത് വലിയ പുരോഗതിയും ആഗ്രഹിച്ച മാറ്റങ്ങളും സംഭവിക്കും. വിദ്യാഭ്യാസം, അധ്യാപനം, കൗൺസിലിംഗ്, ആത്മീയ പ്രവർത്തനങ്ങൾ, കല എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെ ഉന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മെയ് മാസത്തിന് ശേഷം അനുകൂലമായ വാർത്തകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് തിരഞ്ഞെടുക്കുന്നത് വിജയ സാധ്യത വർദ്ധിപ്പിക്കും. സാമ്പത്തികമായി നോക്കുമ്പോൾ 2026 ഒരു സന്തുലിതമായ വർഷമായി മാറും. രാഹു 12ാം ഭാവത്തിൽ നിൽക്കുന്നത് അനാവശ്യമായ ചെലവുകൾക്കും യാത്രകൾക്കും കാരണമായേക്കാം. എങ്കിലും വ്യാഴത്തിന്റെ അനുഗ്രഹം നിമിത്തം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ സാധിക്കും. ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സമയം പഴയ കടങ്ങൾ തീർക്കാനും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം നേടാനും അനുകൂലമാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ കൃത്യമായ ബജറ്റ് പ്ലാനിംഗ് ആവശ്യമാണ്. അല്ലാത്ത പക്ഷം അപ്രതീക്ഷിത ചെലവുകൾ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചേക്കാം. ഒക്ടോബറിന് ശേഷം സാമ്പത്തിക സ്ഥിതി കൂടുതൽ സുരക്ഷിതമാകും. പുതിയ സമ്പാദ്യ പദ്ധതികൾ തുടങ്ങാൻ വഴിയൊരുങ്ങുകയും ചെയ്യും. രേവതി നക്ഷത്രക്കാർ 2026 ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ട മേഖല ആരോഗ്യമാണ്. ജന്മശനിയുടെ സ്വാധീനം ശാരീരികമായ ക്ഷീണത്തിനും മാനസികമായ പിരിമുറുക്കത്തിനും കാരണമാകും. 12ാം ഭാവത്തിലെ രാഹു ഉറക്കക്കുറവിനും ഉത്കണ്ഠയ്ക്കും വഴിവെച്ചേക്കാം. ഏപ്രിൽ 2 മുതൽ മെയ് 11 വരെയുള്ള സമയം പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. ഈ കാലയളവിൽ ചൊവ്വയും ശനിയും ഒരുമിച്ച് വരുന്നത് വീഴ്ചകൾക്കോ പരിക്കുകൾക്കോ ഒക്കെ ഇടയുണ്ടാകാം. സന്ധിവേദന, കാലുകൾക്കും പാദങ്ങൾക്കും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ജൂൺ മാസത്തിന് ശേഷം വ്യാഴത്തിന്റെ മാറ്റത്തോടെ ആരോഗ്യസ്ഥിതിയിൽ വലിയ പുരോഗതി അനുഭവപ്പെടും. മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി യോഗ, ധ്യാനം, പ്രാർത്ഥന എന്നിവ ശീലമാക്കുന്നത് ഗുണകരമായി വരും. ലഘുവായ വ്യായാമങ്ങൾ, ആഹാരക്രമത്തിലെ നിയന്ത്രണം, പ്രത്യേകിച്ച് ഉപ്പും മധുരവും കുറയ്ക്കുന്നത് ഈ വർഷം നിർബന്ധമായും ശീലിക്കേണ്ടതാണ്. 2026 രേവതി നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സ്നേഹവും പരീക്ഷണങ്ങളും നിറഞ്ഞതാകും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ നല്ല ഏകോപനവും സമാധാനവും ഉണ്ടാകും. എന്നാൽ ജന്മശനിയുടെ സ്വാധീന നിമിത്തം പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും സാധ്യതയായി പറയുന്നുണ്ട്. അവിവാഹിതരായവർക്ക് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള സുവർണ കാലഘട്ടത്തിൽ വിവാഹ കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്നതായിരിക്കും. ദമ്പതികൾക്ക് കുട്ടികളുണ്ടാകാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വർഷം അനുകൂലമായ സമയമുണ്ടെന്ന് പറയുന്നുണ്ട്.
ബന്ധുക്കളിൽ നിന്നോ പിതാവിൽ നിന്നോ വേണ്ടത്ര പിന്തുണ ലഭിക്കാത്ത സാഹചര്യം രേവതി നക്ഷത്രക്കാർ നേരിടാനും ഇടയുണ്ട്. ക്ഷമയോടെയും വിവേകത്തോടെയും കൂടിയുള്ള സംസാരം ബന്ധങ്ങളിലെ വിള്ളലുകൾ ഒഴിവാക്കാൻ സഹായിക്കുന്നതാണ്. രേവതി നക്ഷത്രത്തിന്റെ ഓരോ പാദത്തിലും ജനിച്ചവർക്ക് 2026 നൽകുന്ന ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. 1-ാം പാദം ധനു നവാംശം. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടാകും, യാത്രകൾ ഫലപ്രദമാകും. 2-ാം പാദം മകര നവാംശം. പ്രായോഗിക ബുദ്ധി വർദ്ധിക്കും, ജോലിയിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. 3-ാം പാദം കുംഭ നവാംശം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും, സുഹൃത്തുക്കളിൽ നിന്ന് സഹായവും ലഭിക്കും. 4-ാം പാദം മീന നവാംശം. വൈകാരികമായ പിരിമുറുക്കം നേരിടാം, ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുക, ശനി സ്തോത്രം പതിവായി ജപിക്കുക, കറുത്ത എള്ള്, കറുത്ത വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ബുധപ്രീതിക്കായി ജപിക്കുക. ഭക്ഷണ സാധനങ്ങൾ ദാനം ചെയ്യുന്നതും ബുധനാഴ്ചകളിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഗുണകരമാണ്. വ്യാഴപ്രീതിക്കായി വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുകയോ മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ദാനം ചെയ്യുകയോ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നത് 7.5 ശനിയുടെ ദോഷം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ വഴിപാടായി കരുതപ്പെടുന്നു. ശിവക്ഷേത്രത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും ശനിയാഴ്ചകളിൽ വിളക്ക് തെളിയിക്കുന്നതും മാനസിക ശാന്തി നൽകും. വിഘ്നങ്ങൾ നീങ്ങുന്നതിനായി വർഷാരംഭത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉചിതമായിരിക്കും. സാധുക്കൾക്കും ശാരീരികമായ വൈകല്യമുള്ളവർക്കും ഭക്ഷണം നൽകുന്നത് ശനി ദോഷത്തിന് സഹായകമാകും.